ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ കേരള നവോത്ഥാനം, കേരള ചരിത്രവും ഇവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട SCERT 2 ചാപ്റ്റേഴ്സ് ക്ലാസ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വിഭാഗത്തിൽ നിന്ന് PSC ഇതിന് മുന്നേ ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, പ്രാചീന മലയാളം എന്ന കൃതിയുടെ രചയിതാവ് ആര്? പ്രാചീന മലയാളം എന്ന കൃതിയുടെ രചയിതാവ് ചട്ടമ്പിസ്വാമികളാണ്. ചട്ടമ്പിസ്വാമികൾ. വസ്ത്രധാരണ രീതിയിലുള്ള നിയന്ത്രണങ്ങൾക്കെതിരെ കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? വസ്ത്രധാരണ രീതിയിലുള്ള നിയന്ത്രണങ്ങൾക്കെതിരെ കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് അയ്യങ്കാളി. 1936 ഇലക്ട്രിസിറ്റി സമരം സംഘടിപ്പിക്കപ്പെട്ട സ്ഥലം ഏതാണ്? ഇലക്ട്രിസിറ്റി സമരം നടന്നത് എവിടെയാണ്? തൃശ്ശൂരിലാണ് കേട്ടോ. തൃശ്ശൂർ. 1936 ഇലക്ട്രിസിറ്റി സമരം തൃശ്ശൂരിൽ വെച്ച്. സാമൂഹ്യ രംഗത്ത് പുതുചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം ഏതാണ്? സാമൂഹ്യ രംഗത്ത് പുതുചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയത് അരുവിപ്പുറത്താണ്. അരുവിപ്പുറം ശിവപ്രതിഷ്ഠ 1888. കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിലുണ്ടായിരുന്ന മേഖല ഏതാണ്? മലബാർ ആണ്. മലബാർ. കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിലുണ്ടായിരുന്ന മേഖല മലബാർ. മലബാറിൽ 1930 നടന്ന ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രം ഏതായിരുന്നു? പയ്യന്നൂരാണ് കേട്ടോ. പയ്യന്നൂർ. മലബാറിൽ 1930 നടന്ന ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രം പയ്യന്നൂരാണ്. വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ചതാരാണ്? മന്നത്ത് പത്മനാഭനാണ്. മന്നത്ത് പത്മനാഭൻ. കേരള സംസ്ഥാനം നിലവിൽ വന്നത് 1956 നവംബർ 1 1812 ആരംഭിച്ച കുറിച്യ കലാപത്തിന്റെ നേതാവ് രാമനമ്പി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ച ഏക മലയാളി ആരായിരുന്നു? C. ശങ്കരൻ നായരാണ്. ചേറ്റൂർ ശങ്കരൻ നായർ. ആദിഭാഷ എന്ന ഗ്രന്ഥം രചിച്ചത് അല്ലെങ്കിൽ ആദിഭാഷ എന്ന ഗ്രന്ഥം എഴുതിയത് ചട്ടമ്പിസ്വാമികളാണ്. ചട്ടമ്പിസ്വാമികൾ. പൂക്കോട്ടൂർ സംഭവം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? പൂക്കോട്ടൂർ സംഭവം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? മലബാർ കലാപവുമായി ബന്ധപ്പെട്ടതാണ്. താഴെ പറയുന്നവയിൽ ഗ്രൂപ്പിൽ പെടാത്തത് ഏതാണ്? നിജാനന്ദ വിലാസമാണ്. നിജാനന്ദ വിലാസം. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രം ഏതായിരുന്നു? പയ്യന്നൂരാണ്. പയ്യന്നൂർ. ഇലക്ട്രിസിറ്റി പ്രക്ഷോഭം നടന്നതെവിടെ? ഇലക്ട്രിസിറ്റി പ്രക്ഷോഭം തൃശ്ശൂരാണ്. 1936 തൃശ്ശൂർ. സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചത് ആര്? സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ്. അയ്യങ്കാളി. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആരായിരുന്നു? ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദൻ. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക എന്ന് ഉദ്ബോധിപ്പിച്ചത് ആരാണ്? ശ്രീനാരായണ ഗുരു. ചുവടെ തന്നിട്ടുള്ളതിൽ ചട്ടമ്പിസ്വാമികൾ രചിച്ച ഗ്രന്ഥമേത്? ചുവടെ തന്നിട്ടുള്ളതിൽ ചട്ടമ്പിസ്വാമികളുടെ ഗ്രന്ഥമാണ് പ്രാചീന മലയാളം. ആധുനിക കാലത്തെ അത്ഭുതം എന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ച സംഭവം ഏതാണ്? ക്ഷേത്രപ്രവേശന വിളംബരമാണ്. ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ് ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. പ്രത്യക്ഷരക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് ആരാണ്? പ്രത്യക്ഷരക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് കുമാരഗുരുദേവനാണ്. കുമാരഗുരുദേവൻ. വി.ടി. ഭട്ടതിരിപ്പാട് രചിച്ച അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന കൃതി ഏത് സാഹിത്യ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? അത് ഒരു നാടകമാണ്. നാടകം. ചുവടെ തന്നിട്ടുള്ളവയിൽ C. കേശവനുമായി ബന്ധപ്പെട്ട ചരിത്ര സംഭവം ഏതാണ്? C. കേശവനുമായി ബന്ധപ്പെട്ടത് കോഴഞ്ചേരി പ്രസംഗമാണ്. ആത്മോപദേശ ശതകത്തിന്റെ കർത്താവ് ആര്? ആത്മോപദേശ ശതകത്തിന്റെ കർത്താവ് ശ്രീനാരായണ ഗുരുവാണ്. കന്യാകുമാരിയിലെ ശാസ്താംകോയിൽ ജനിച്ച കേരളത്തിന്റെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരായിരുന്നു? കന്യാകുമാരിയിലെ ശാസ്താംകോയിൽ ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്.
ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആരാണ്? ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. വാഗ്ഭടാനന്ദൻ. സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആരായിരുന്നു? സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? പൊയ്കയിൽ കുമാര ഗുരുദേവനാണ്. പൊയ്കയിൽ കുമാര ഗുരുദേവൻ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. മന്നത്ത് പത്മനാഭൻ സവർണ ജാഥ. ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേർന്ന് പോരാടിയതിന് ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റിയ മലയാളി ആരാണ്? വക്കം അബ്ദുൽ ഖാദറാണ്. വക്കം അബ്ദുൽ ഖാദർ. വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച കേരളത്തിന്റെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച അയ്യങ്കാളിയാണ്. അയ്യങ്കാളി. അടുത്ത ചോദ്യം, നവോത്ഥാന നായകരും കൃതികളും ഉൾപ്പെട്ട ഗ്രൂപ്പിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. വൈകുണ്ഠസ്വാമികൾ. അഖിലത്തിരുട്ട് രചിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. ശരിയായിട്ടുള്ള ഉത്തരവാണ്. വാഗ്ഭടാനന്ദൻ വിവേകാനന്ദ സന്ദേശം എന്ന് തന്നിട്ടുണ്ട്. വിവേകാനന്ദ സന്ദേശം എന്നത് സ്വാമി വിവേകാനന്ദന്റെ കൃതിയാണ്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ തെറ്റാണ്. ചാവറ കുര്യാക്കോസ് ഏലിയാസ് ആത്മാനുതാപം. ഇതും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. വൈകുണ്ഠസ്വാമികൾ അഖിലത്തിരുട്ട്, ചാവറ കുര്യാക്കോസ് ഏലിയാസ് ആത്മാനുതാപം. 1ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നാടകങ്ങളും അവയുടെ രചയിതാക്കളും ഉൾപ്പെട്ട ഗ്രൂപ്പിൽ നിന്ന് ശരിയായ ഉത്തരം കണ്ടെത്തുക. ഋതുമതി പ്രേംജി. ശരിയായിട്ടുള്ളതാണ്. ഋതുമതി എന്ന നാടകം രചിച്ചത് പ്രേംജിയാണ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് വി.ടി. ഭട്ടതിരിപ്പാടാണ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നത് വി.ടി. ഭട്ടതിരിപ്പാടിന്റെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ്. അപ്പോൾ അത് രണ്ടാമത്തേതും ശരിയാണ്. പാട്ടബാക്കി എന്ന നാടകം രചിച്ചത് കെ ദാമോദരനാണ്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ തെറ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പാട്ടബാക്കി കെ ദാമോദരനാണ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വി.ടി. ഭട്ടതിരിപ്പാട്, ഋതുമതി, പ്രേംജി. അപ്പോൾ 1ഉം 2ഉം ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. നവോത്ഥാന ചിന്തകരും യഥാർത്ഥ പേരുകളും താഴെ തന്നിരിക്കുന്നു. ശരിയായ ഉത്തരം കണ്ടെത്തുക. ഒന്നാമത്തെ ഓപ്ഷൻ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ യഥാർത്ഥ നാമം കാരാട്ട് ഗോവിന്ദ മേനോൻ എന്നാണ്. കാരാട്ട് ഗോവിന്ദ മേനോൻ. വാഗ്ഭടാനന്ദൻ എന്നാണ് കൊടുത്തിട്ടുള്ളത്. തെറ്റാണ്. വാഗ്ഭടാനന്ദന്റെ യഥാർത്ഥ നാമം എന്തായിരുന്നു? വയലേരി കുഞ്ഞിക്കണ്ണൻ എന്നാണ്. വയലേരി കുഞ്ഞിക്കണ്ണനും. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ യഥാർത്ഥ നാമം കാരാട്ട് ഗോവിന്ദ മേനോൻ എന്നുമാണ്. അപ്പോൾ ഒന്നാമത്തേത് തെറ്റാണ്. തൈക്കാട് അയ്യയുടെ യഥാർത്ഥ നാമം സുബ്ബരായർ എന്നാണ്. ചിന്മയാനന്ദ സ്വാമികളുടെ യഥാർത്ഥ നാമം ബാലകൃഷ്ണ മേനോൻ എന്നുമാണ്. അപ്പോൾ ഇത് രണ്ടും ശരിയാണ്. ചിന്മയാനന്ദ സ്വാമികൾ ബാലകൃഷ്ണ മേനോൻ, തൈക്കാടയ്യ സുബ്ബരായർ. അപ്പോൾ 2ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തവരുടെ കൂട്ടത്തിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ആരൊക്കെയാണ് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്? ടി.കെ. മാധവൻ, കെ.പി. കേശവമേനോൻ എന്നിവരാണ്. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ടി.കെ. മാധവനും കെ.പി. കേശവമേനോനുമാണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. 2ഉം 3ഉം. സാമൂഹിക പരിഷ്കർത്താവായ അയ്യങ്കാളിയെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. 1863 തിരുവനന്തപുരത്തിനടുത്ത് വെങ്ങാനൂരിൽ ജനിച്ചു. ശരിയാണ്. 1863 തിരുവനന്തപുരത്തിനടുത്ത് വെങ്ങാനൂരിലാണ് അയ്യങ്കാളി ജനിച്ചത്. പുലയരുടെ രാജാവെന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ് കേട്ടോ. ജവഹർലാൽ നെഹ്റു അല്ല, ഗാന്ധിജിയാണ്. പുലയരുടെ രാജാവെന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. 1907 സാധുജന പരിപാലന സംഘം എന്ന സംഘടന രൂപീകരിച്ചു. 1907 സാധുജന പരിപാലന സംഘം എന്ന സംഘടന രൂപീകരിച്ചു. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. 1ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. അടുത്തത്, മന്നത്തു പത്മനാഭനെ കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. നായർ സമുദായത്തിന്റെ ഉന്നമനത്തിനായി നായർ ഭൃത്യജന സംഘം രൂപവത്കരിച്ചു. നായർ സമുദായത്തിന്റെ ഉന്നമനത്തിനായി നായർ ഭൃത്യജന സംഘം എന്നത് രൂപീകരിച്ചത് മന്നത്ത് പത്മനാഭനാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്.
വൈക്കം സത്യാഗ്രഹത്തെ പിന്തുണച്ച് മന്നത്തിന്റെ നേതൃത്വത്തിൽ സവർണ ജാഥ നടത്തി. ഒരുപാട് തവണ നമ്മൾ ചോദ്യങ്ങളിൽ തന്നെ കണ്ടു അല്ലേ. വൈക്കം സത്യാഗ്രഹത്തെ പിന്തുണച്ചുകൊണ്ട് മന്നത്തിന്റെ നേതൃത്വത്തിൽ സവർണ ജാഥ നടത്തി. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഇദ്ദേഹത്തിന്റെ ആത്മകഥയാണ് കണ്ണീരും കിനാവും എന്ന് തന്നിട്ടുണ്ട്. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കണ്ണീരും കിനാവും വി.ടി. ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥയാണ്. വി.ടി. ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥയാണ് കണ്ണീരും കിനാവും. അപ്പോൾ മന്നത്ത് പത്മനാഭന്റെ ആത്മകഥയുടെ പേരെന്താണ്? എൻ്റെ ജീവിത സ്മരണകൾ എന്നാണ് കേട്ടോ. എൻ്റെ ജീവിത സ്മരണകൾ എന്നാണ് മന്നത്ത് പത്മനാഭന്റെ ആത്മകഥയുടെ പേര്. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. 1ഉം 2ഉമാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ വരുന്നത് കേട്ടോ. എൻ്റെ ജീവിത സ്മരണകൾ എന്നതാണ് മന്നത്ത് പത്മനാഭന്റെ ആത്മകഥ. കണ്ണീരും കിനാവും വി.ടി. ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥയാണ്. മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. തിരുവിതാംകൂറിലെ ഉന്നത ഉദ്യോഗങ്ങളിൽ തമിഴ് ബ്രാഹ്മണർ വഹിച്ചിരുന്ന അപ്രമാദിത്വത്തിനെതിരെ 10,000-ലധികം പേർ ഒപ്പിട്ട ഭീമ ഹർജി മഹാരാജാവിന് സമർപ്പിച്ചു. അതാണ് മലയാളി മെമ്മോറിയൽ. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഡോക്ടർ പൽപ്പോ ആണ് മലയാളി മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തത്. സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഡോക്ടർ പൽപ്പോ നേതൃത്വം നൽകിയത് ഈഴവ മെമ്മോറിയലിനാണ്. മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ബാരിസ്റ്റർ G.P. പിള്ളയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. 1891 മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. 1891 മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത്. ബാരിസ്റ്റർ G.P. പിള്ളയാണ് മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത്. ഓക്കെ. കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത നേതാക്കൾ ഉൾപ്പെടുന്ന ഉത്തരം കണ്ടെത്തുക. കയ്യൂർ സമരത്തിന്റെ നേതാക്കളാണ് കുഞ്ഞമ്പു നായരും ചിരുക്കണ്ടനും. കുഞ്ഞമ്പു നായർ, ചിരുക്കണ്ടൻ. ഓപ്ഷൻ ബി ആണ് ആൻസർ. 1ഉം 2ഉം. 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവ് E.M.S. നമ്പൂതിരിപ്പാടാണ്. E.M.S. നമ്പൂതിരിപ്പാട്. കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് അയ്യങ്കാളിയാണ്. സവർണ ജാഥ സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് മന്നത്ത് പത്മനാഭൻ. താഴെ പറയുന്നവയിൽ ശരിയായ കാലഗണനാക്രമത്തിലുള്ളത് കണ്ടെത്തുക. ക്ഷേത്രപ്രവേശന വിളംബരം, പാലിയൻ സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, വൈക്കം സത്യാഗ്രഹം എന്നിവയാണ് തന്നിട്ടുള്ളത്. വൈക്കം സത്യാഗ്രഹം എപ്പോഴാണ്? 1924 ഗുരുവായൂർ സത്യാഗ്രഹം 1931. ക്ഷേത്രപ്രവേശന വിളംബരം 1936. പാലിയം സത്യാഗ്രഹം 1947. ഓക്കെ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓർഡറിൽ തന്നിട്ടുള്ളത് കേട്ടോ. വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശന വിളംബരം, പാലിയം സത്യാഗ്രഹം. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം ഏത്? പുന്നപ്ര വയലാർ സമരം നടന്നത് 1946. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം ഏതാണ്? ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് വി.ടി. ഭട്ടതിരിപ്പാടാണ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥം ഏതാണ്? ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥമാണ് നവമഞ്ജരി. ചുവടെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏതാണ്? ചുവടെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരുവിന്റെ കൃതിയാണ് ദർശനമാല എന്ന്. ശ്രീനാരായണ ഗുരുവിന്റെ കൃതി ദർശനമാല. ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് പ്രാചീന മലയാളം. വൈകുണ്ഠസ്വാമികളുടെ കൃതിയാണ് അഖിലത്തിരുട്ട്. ശരിയായിട്ടുള്ള ഓപ്ഷൻ പണ്ഡിറ്റ് കറുപ്പൻ്റേത് ജാതിക്കുമ്മി എന്നതാണ്. പണ്ഡിറ്റ് കറുപ്പൻ, ജാതിക്കുമ്മി, ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ശ്രീനാരായണ ഗുരു ദർശനമാല, ചട്ടമ്പി സ്വാമികൾ പ്രാചീന മലയാളം, വൈകുണ്ഠസ്വാമികൾ അഖിലത്തിരുട്ട്, പണ്ഡിറ്റ് കറുപ്പൻ ജാതിക്കുമ്മി. വി.ടി. ഭട്ടതിരിപ്പാട് രചിച്ച പ്രശസ്തമായ നാടകം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. ചുവടെ പറയുന്നവയിൽ ഏത് സംഭവത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ഡോക്ടർ കെ.ബി. മേനോൻ? കെ.ബി. മേനോൻ കീഴരിയൂർ ബോംബ് കേസിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ്. കീഴരിയൂർ ബോംബ് കേസുമായാണ് കെ.ബി. മേനോൻ ബന്ധപ്പെട്ടിരിക്കുന്നത്. കെ.ബി. മേനോൻ, കീഴരിയൂർ ബോംബ് കേസ്. ഓക്കെ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ പഠിച്ച ആ 2 ചാപ്റ്ററിൽ നിന്ന് 50 ചോദ്യങ്ങളാണ് ഇന്ന് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്. ഏകദേശം എല്ലാ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളും PSC ചോദിച്ചിട്ടുണ്ട്. അവയെല്ലാം തന്നെ മിക്കവാറും ചോദ്യങ്ങളെല്ലാം തന്നെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ടും കണ്ടു കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.